ഇന്നത്തെ അറിയിപ്പുകൾ. പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം നവീകരിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ തുടങ്ങിയ നിരവധി ഫീച്ചറുകളുമായാണ് പുതിയ സംവിധാനം എത്തുന്നത്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ പോലും പല റൂട്ടുകളിലും സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇതിനെല്ലാം പുറമെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് തത്കാൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റിംഗ് സിസ്റ്റം അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. തത്കാൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോഴും തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ അവസാനമാകും. വേഗത കുറഞ്ഞ ബുക്കിംഗ് സിസ്റ്റം കാരണം പലർക്കും കൺഫേം ടിക്കറ്റുകൾ കിട്ടാറില്ല. ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. യാത്രക്കാരുടെ ബുക്കിംഗ് സംവിധാനം നവീകരിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇത് ജൂൺ മാസത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. അതോടെ IRCTC വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴി നിലവിൽ മിനിറ്റിൽ 32,000 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥാനത്ത് 1.5 ലക്ഷം ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ സമരം ചെയ്യാൻ ഹോട്ടൽ ഉടമകൾ. മാർച്ച് 23-ന് കടകൾ അടച്ച് പ്രതിഷേധിക്കും. അതേസമയം വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കാനും ക്രമക്കേട് തടയുന്നതിനും കേരള സപ്ലൈ LPG ട്രാക്കറുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. പശ്ചിമേഷ്യൻ യുദ്ധം വഷളാകുന്ന സാഹചര്യത്തിൽ പാചകവാതക വിതരണ പ്രതിസന്ധിയും രൂക്ഷമായതോടെയാണ് ഹോട്ടൽ ഉടമകളുടെ സമരം ചെയ്യാനുള്ള തീരുമാനം. ഈ മാസം 23-ന് കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതകം ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അതേസമയം വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കാനും ക്രമക്കേട് തടയാനും ഇടപെടലുമായി എറണാകുളം ജില്ലാ ഭരണകൂടം രംഗത്തെത്തി. സിലിണ്ടർ വിതരണം നിരീക്ഷിക്കുന്നതിന് കേരള LPG സപ്ലൈ ട്രാക്കർ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കി. ഈ പോർട്ടലിലൂടെ ഇന്ധന കമ്പനികൾക്കും വിതരണക്കാർക്കും ഉപഭോക്താക്കൾക്കും വിവരങ്ങൾ അറിയാൻ കഴിയും. ആവശ്യകത കണക്കിലെടുത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പാചകവാതക വിതരണത്തിലെ ക്രമക്കേട് തടയാൻ കർശന നടപടികളാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. എറണാകുളം ജില്ലയിലെ 7 താലൂക്കുകളിലായി 9 പ്രത്യേക സ്ക്വാഡുകളെ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിയെ പൂട്ടാൻ പരിശോധന ശക്തമാക്കി എക്സൈസ് വകുപ്പ്. ഇത്തവണ പരിശോധനകൾ ബാറുകളിലും DJ പാർട്ടികളിലും മാത്രമല്ല, ടാറ്റൂ സെന്ററുകളിലും ബ്യൂട്ടി പാർലറുകളിലും ഉൾപ്പെടെ ഉണ്ടാകും. ഇതാദ്യമായാണ് ടാറ്റൂ സെന്ററുകൾ എക്സൈസിന്റെ റഡാറിൽപ്പെടുന്നത്. തിരുമൽ കേന്ദ്രങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ നിരീക്ഷണത്തിലാണ്. ലഹരി ഉപയോഗം ഇത്തരം സ്ഥലങ്ങളിൽ വ്യാപകമായേക്കാമെന്ന സംശയമാണ് കാരണം. ടാറ്റുവിന്റെ മറവിൽ ചിലയിടത്തെങ്കിലും ലഹരി കൈമാറ്റവും ഉപയോഗിക്കുന്നതായി സൂചനയുണ്ട്. നിരന്തരം നിരീക്ഷിക്കേണ്ട 10 ജിമ്മുകളും ടർഫുകളും കളിക്കളങ്ങളും ഉൾപ്പെടും. അന്തർ സംസ്ഥാന ബസ് സ്റ്റേഷനുകൾ, ബാറുകൾ, DJ പാർട്ടി കേന്ദ്രങ്ങൾ, പാഴ്സൽ കൊറിയർ സ്ഥാപനങ്ങൾ, അരിഷ്ടകടകൾ, FL1, FL9 മദ്യശാലകൾ, അന്യസംസ്ഥാന ക്യാമ്പുകൾ എന്നിവ ഇത്തവണയും പരിശോധന പട്ടികയിലുണ്ട്. RPFുമായി കൈകോർത്ത റെയിൽവേ സ്റ്റേഷനുകളിലും കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ് എന്നിവയുമായി ചേർന്ന തീരപ്രദേശത്തും പരിശോധന നേരത്തെ പതിവാണ്. അടുത്ത കാലത്താണ് കസ്റ്റംസുമായി ചേർന്ന വിമാനത്താവളങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയത്. വിമാനത്താവളങ്ങൾ വഴി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി കടത്തിയേക്കാമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണിത്. പോലീസ് എക്സൈസ് നീക്കങ്ങൾ മറികടക്കാൻ ലഹരി സംഘങ്ങൾ വാട്സാപ്പ് കൂട്ടായ്മ മുതൽ ഡാർക്ക് വെബ് വരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. നവമാധ്യമങ്ങളിലൂടെയുള്ള രാസലഹരിയുടെയും ആംപ്യൂളുകളുടെയും വിതരണം തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമാകുമെന്ന ആശങ്കയുമുണ്ട്. ലഹരി വസ്തുക്കളുടെ നിർമ്മാണം, വിതരണം, ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇതുവരെയില്ലാത്ത നൂതന മാർഗങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും എക്സൈസിന്റെ പ്രത്യേക എൻഫോഴ്സ്മെന്റ് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.